ഫോട്ടോഗ്രാഫർ മുതൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനും സംവിധായകനുമാണ്. நான் ரொம்ப ரசிக்கிற ஒரு ஆர்டிஸ்ட் டொவினோ. ചേരൻ സാർ ഞങ്ങൾ കുറെ നാളുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. അനുരാജോட ഫസ്റ്റ് പടം വന്നേ ரொம்ப ഒരു ഷേക്ക് பண்ணிச்சு. സ്പെഷ്യലി ഇഷ്ക കണ്ടതിന് ശേഷം നിങ്ങൾ പടത്തിൽ എപ്പോഴെങ്കിലും അഭിനയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി, അപ്പോൾ അത് സാധിക്കുന്നു. ഒരു മാസ് മസാല എന്റർടൈനർ ഒന്നും ആയിരിക്കില്ല, പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും. എന്താ പറയാനായിട്ടുള്ളത്? അതൊക്കെ മനസ്സിന് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ നിമിഷം. ഇപ്പോഴും ഷിയാസും ഇങ്ങനെ ഒരു കാര്യമായിട്ട് ഷെമി വഴിയാണ് ഞാൻ ബന്ധപ്പെടുന്നത്. അവരൊരാഗ്രഹം ഈ സിനിമ നിർമ്മാണ രംഗത്തോട്ട് വരണമെന്നുള്ള ആവശ്യമായി വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം നടക്കേണ്ട ഈ സിനിമയല്ല, എന്നാൽ വേറൊരു പ്രൊജക്റ്റാണ്. അത് ഈ വർഷം തന്നെ നടക്കുന്ന മറ്റൊരു പ്രൊജക്റ്റാണ്. അതിന്റെ വിവരങ്ങൾ പിന്നീട് ഞങ്ങൾ അറിയിക്കുന്നതാണ്. ഏതായാലും അനുരാജുമായിട്ട് ഏകദേശം 15 വർഷത്തെ ബന്ധമാണ്. അനുരാജ് അസോസിയേറ്റ് ആയിട്ട് പറയുമ്പോൾ എൻ്റെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ബന്ധമാണ്. അനുരാജിന്റെ ഈ സിനിമ ഇങ്ങനെ സംഭവിക്കാൻ ഒരു നിമിത്തമായതിൽ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഈ സിനിമയ്ക്കൊപ്പം എല്ലാവരും ഇതിന്റെ വിജയത്തിനും ഒപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതായാലും ടിപ്പുവിനും ഷിയാസിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു, ഇങ്ങനെ സംരംഭം ഏറ്റെടുത്ത് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടെ മുമ്പോട്ട് പോകാം. ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചേരൻ സാർ മലയാളത്തിലോട്ട് ഞങ്ങൾ വെൽക്കം ചെയ്തിരിക്കുകയാണ് മലയാള സിനിമയിലോട്ട്. അതുപോലെ ടോവിയുമായിട്ടും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. എപ്പോഴും ടോവിക്ക് എന്നെ കളിയാക്കാനേ നേരമുള്ളൂ. ഇതുവരെ സിനിമ സെറ്റിൽ കാണാറില്ല, സിനിമ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട്, പിന്നെ കാണാറില്ല എപ്പോഴും പറയുന്നതാണ്. ഏതായാലും ഈ സിനിമയ്ക്കൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. താങ്ക് യു പാതുക, താങ്ക് യു സോ മച്ച്. അടുത്തതായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഈ സിനിമ എഴുതിക്കൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ആദ്യമായി ഒരു എഴുത്തുകാരൻ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ തെറ്റായിരിക്കും. കാരണം കല്യാശ്ശേരി തീസിസ് എന്ന പുസ്തകത്തിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്. അപ്പം അദ്ദേഹം ഓൾറെഡി ഒരു റൈറ്ററാണ്. പക്ഷെ സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു എഴുത്ത് എന്ന് തന്നെ ഒരു സംശയവും ഇല്ലാതെ പറയാം. സോ ഒത്തിരി സ്നേഹത്തോടും നന്ദി ബഹുമാനത്തോടും കൊടുത്തത് ഞാൻ ഈ വേദിയിലേക്ക് നമ്മുടെ സിനിമയുടെ റൈറ്റർ അബിൻ ജോസഫിനെ സ്വാഗതം ചെയ്യുകയാണ്. സോ ലെറ്റ് മീ വെൽക്കം ഹിം ഓൺ ടു ദി സ്റ്റേജ്. ഒരു കൈയടി, കുറച്ചുകൂടി എനർജറ്റിക് ഒരു കൈയടി സമ്മാനിക്കുക. വെൽക്കം അബിൻ. താങ്ക് യു. ഈ പ്രോഗ്രാമിലേക്ക് വന്ന എല്ലാവർക്കും ആദ്യം നന്ദി പറയുന്നു. ഇത് ഈ ഒരു കാലഘട്ടത്തിൽ പറയേണ്ട ഒരു കഥയും നമ്മുടെ ആളുകൾ കാണേണ്ട ഒരു സിനിമയുമാണെന്നാണ് എൻ്റെ ഒരു ചെറിയ വിശ്വാസം. ബാക്കി സിനിമ കണ്ടതിന് ശേഷം പറയുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കഥ എൻ്റെ അടുത്ത് പറയുകയും നമ്മൾ ടോവിനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം അത് ചെയ്യാമെന്ന് സമ്മതിച്ചു. പിന്നീട് ചേരൻ സാർ വന്നു, പ്രൊഡ്യൂസേഴ്സ് വന്നു. അങ്ങനെ ആണ് നമ്മളിത് ഇതിലേക്ക് എത്തുന്നത്. 26-ന് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം അബിൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് സമൂഹത്തിൽ പറയേണ്ട ഒരു ത്രെഡാണ് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഇഷ്ക് എന്ന സിനിമയിലൂടെയും ഞങ്ങളത് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ട ഒരു ത്രെഡ് തന്നെ ആയിരിക്കും എന്നൊരു കോൺഫിഡൻസിലാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. സോ ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് ഓഫ് കോഴ്സ് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ടോവിയുമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വേദിയിലേക്ക് ഒരു ഇൻട്രൊഡക്ഷന്റെയും ആവശ്യമില്ലാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടും ചേട്ടനായിട്ടും ഒക്കെ എപ്പോഴും ഒരു വലിയ പുഞ്ചിരിയോട് കൂടി നമ്മളെല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ടൊവിനോ തോമസിനെ നല്ലൊരു കൈഡി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. So ladies and gentlemen, please put your hands together and welcome the very young, charming and handsome ടൊവിനോ തോമസ്. So ടൊവിനോ, welcome. അപ്പം ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഒരു പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഈ ഒരു മൊമെന്റ്സിൽ എന്താണ് ടോവിനോ പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഞങ്ങളുടെ വിദ്യാഭ്യാസമായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ഗൈഡിംഗ് ഫോഴ്സസിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. ഞാനും അനുരാജും തമ്മിലുള്ള പരിചയത്തിലൊരു 10 വർഷത്തിലധികം പഴക്കമുണ്ട്. ഞങ്ങൾ സെഹത്രി എന്നുള്ള സിനിമയിൽ അനുരാജ് അസോസിയേറ്റ് ഞാൻ അഭിനയിച്ച പറഞ്ഞു തുടങ്ങിയിട്ടുള്ള സൗഹൃദമാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ഇഷ്ക് ഞാൻ ആദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നീട് മാറിപ്പോയി.
എന്നെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ കിട്ടിയിരിക്കുകയാണ്. പക്ഷെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്ത് ഉള്ള അതേ സൗഹൃദം തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്ത് തുടർന്ന് പോവുകയും ഞങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന സിനിമകളെ പറ്റിയും അല്ലാത്ത സിനിമകളെ പറ്റിയും പൊതു കാര്യങ്ങളെ പറ്റിയൊക്കെ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. ഈ ആദ്യമായിട്ട് മലയാള സിനിമയിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ന് അതിൻ്റെ ടൈറ്റിൽ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ച് കൊണ്ട് നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ മലയാള സിനിമയിലേക്ക് ഈ സിനിമയിലൂടെ നല്ല ഐശ്വര്യമുള്ള ഒരു തുടക്കവും തുടർന്ന് അങ്ങോട്ട് ഒരുപാട് ഐശ്വര്യമുള്ള ഒരുപാട് നല്ല നല്ല സിനിമകൾ എടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാമായ ബാധക തീർച്ചയായിട്ടും വളരെ ഇതിൽ വളരെ ക്രൂഷ്യൽ റോള് ഈ സിനിമയുടെ സിനിമ സംഭവിക്കാനായിട്ട് എടുത്തിട്ടുള്ള ഒരാളാണ്. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ചേരൻ സാർ ഞങ്ങൾ കുറേ നാളുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ നിരന്തരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അത് ആദ്യമായിട്ട് കാണുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫോട്ടോഗ്രാഫ് മുതൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനും സംവിധായകനുമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനും കൂടെ നോക്കിയാൽ സാധിച്ച വലിയ സന്തോഷവും ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വെൽക്കം ടു മലയാളം ഇൻഡസ്ട്രി സാർ. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവരെ ഓരോരുത്തരെയും പേരെടുത്ത് പറയാനാണെങ്കിലും അഭിനാണെങ്കിലും എഡിറ്റർ ഷീറാണെങ്കിലും മേക്കപ്പ് ചെയ്യുന്ന അവലാണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന ഇതിന്റെ DOP വിജയ് എന്ന് പറയുന്ന അമേരിക്കയുടെ അസിസ്റ്റന്റ് മിന്നൽ മുരളിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ എല്ലാം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാവരും കൂടെ ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ജെക്സേട്ടനാണ് ഇതിന്റെ മ്യൂസിക്, അങ്ങനെ ഒരുപാട് എല്ലാവരും ഇപ്പം നേരിട്ട് പറയാത്ത ഇനിയും ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ വളരെ നല്ല ഉദ്ദേശത്തോടുകൂടി എടുക്കുന്ന ഒരു സിനിമയാണ്. ഞാനൊരു മാസ് മസാല എന്റർടൈനർ ഒന്നായിരിക്കില്ല, പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും, ഒരു ഗുഡ് വാച്ച് ആയിരിക്കും, ഒരിക്കലും മനസ്സിൽ സിനിമയായിരിക്കും. ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് റൈറ്റർ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഞാനും വളരെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും നോക്കിക്കാണുന്ന സിനിമയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ നേരത്തെ നേതൃത്വം ഗൈഡിങ് ഫോഴ്സസ് ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവണമെന്നും ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവരും വരാൻ സാധിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികളും എല്ലാവർക്കും നന്ദി. തുടർന്ന് കൊണ്ട് ഈ സിനിമയുടെ തുടക്കമാണ്. ഈ സിനിമ ഇറങ്ങുന്നത് വരെയും ഇറങ്ങിയതിനു ശേഷവും ഒക്കെ എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകരും മീഡിയ സുഹൃത്തുക്കളും എല്ലാവരും ഈ ഒരു സിനിമയെ ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നതും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇതൊക്കെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ നമ്മൾ ഇതിനൊക്കെ വേണ്ടി വിളിക്കുന്നത്. തീർച്ചയായിട്ടും അതിലെ മീഡിയയും പ്രേക്ഷകരുമാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. നിങ്ങളോട് നന്ദിയും ചെയ്ത് അറിയിക്കുന്നു. ഇനി തുടർന്ന് ഈ സിനിമയുടെ മറ്റ് ഫംഗ്ഷനുകളായിട്ട് ഒക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീണ്ടും വരും. എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരു സുഹൃത്ത് എന്നതിനോടൊപ്പം തന്നെ ഈ സിനിമയിലേക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതെന്തായാലും ഇവിടെ പറയാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ കൂടെ തന്നെയുള്ള ഒരു ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ചേരൻ സാറും കൂടെയാണ്, സുഹൃത്തുക്കളാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കാൻ കൂടെ പോവാണ്. സോ അത് എത്രത്തോളം ജോയിൻ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോഗ്രാഫും പോക്കിഷവും ഒക്കെ പോലെ മനസ്സിൽ തൊടുന്ന സിനിമകളിൽ അഭിനയിക്കുകയും ഒരു സംവിധായകൻ എന്നുള്ള നിലയിലൊക്കെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ആളാണ്. ആദ്യമായിട്ട് കണ്ട സമയത്ത് തന്നെ എന്നോടും വളരെ അടുപ്പത്തിൽ തന്നെ പെരുമാറുകയും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദവും സ്നേഹവും ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് അനുരാജ് ഈ ക്യാരക്ടർ ചെയ്യുന്ന ചേരൻ സാറാണെന്നുള്ളത് നമ്മൾ ഏറ്റവും സന്തോഷിച്ചത് ഞാൻ തന്നെയായിരിക്കും. ഈ ഒരു ക്യാരക്ടർ അതും എളുപ്പമുള്ള ക്യാരക്ടറല്ല, ഭയങ്കര ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒന്ന് ഇതിൽ അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിന് തന്നെ കിട്ടിയതിൽ വലിയ സന്തോഷവും എക്സൈറ്റ്മെന്റും. Thank you so much. And moving to the next, of course, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മളുടെ ചേരൻ സാറിനെ ഇൻവൈറ്റ് ചെയ്തിരിക്കാം. But before that, we have a little ceremony on stage. നമ്മളുടെ സിനിമയിലേക്ക് വന്നിട്ടുള്ള നിർമ്മാണ കമ്പനിയുടെ ലോഞ്ചിങ് സെറമണിയാണ് ആദ്യം നമ്മളിപ്പോൾ ഈ വേദിയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഐ റിക്വസ്റ്റ് ടോവിനോ, യു ഹാവ് ടു ഡു ദിസ്. ടോവിയാണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത്.
നല്ലൊരു കൈഡിയോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ പുതിയ നിർമ്മാണ കമ്പനിക്ക് നൽകാൻ സാധിക്കുന്ന എല്ലാവിധ എനർജിയും ഈ ഒരു വേദിയിൽ സമ്മാനിക്കാം. താങ്ക് യു സോ മച്ച് ആൻഡ് എവരിവൺ പ്ലീസ് ബി ഓൺ ഹിയർ. ഇവിടെ തന്നെ നിൽക്കുക. അപ്പോൾ അടുത്തത് ഓഫ് കോഴ്സ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇപ്പം ചോബി പറഞ്ഞ പോലെ തന്നെ ഓട്ടോഗ്രാഫ് എന്ന സിനിമയിലൂടെ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു, ഡയറക്റ്റും ചെയ്തു. തവമായി തവവരുടെ ആ സിനിമയിലും അദ്ദേഹം അഭിനയിച്ചു, ഡയറക്റ്റ് ചെയ്തു. അപ്പം ഒരു ഡയറക്ടർ എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് ബഹുമാനവും ഒരു ആക്ടർ എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് ഇഷ്ടവും തോന്നിയ ഒരു തമിഴ് നടനാണ് അദ്ദേഹം. അതിന്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് എന്തോ ഇഷ്ടമാണ് അദ്ദേഹത്തെ, അല്ലെ പറയാനായിട്ടാണോ മൈക്ക് ഇല്ല? ഓക്കെ. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. ഇവരെല്ലാവരും ഇവിടെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ മലയാള സിനിമയിൽ അദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയുള്ള ഈ സിനിമയുടെ ഒരു മെയിൻ പില്ലർ ആയിട്ടുള്ള ദ വൺ ആൻഡ് ഓൺലി ചേരൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. So I request everyone, please put your hands together and welcome him onto the stage with a huge round of applause. So we welcome you, sir. Not only we, the Malayalam cinema industry welcomes you, and we are very much happy. So ഈ ഒരു മൊമെന്റിൽ സാറിന് എന്താണ് പറയാനായിട്ടുള്ളത്? എനിക്കറിയാം മലയാളം അറിയാമെന്ന്, പക്ഷെ എനിക്ക് തമിഴ് കൊഞ്ചം തിരിയും, അതുകൊണ്ടാണ്. സോ സാറിന് എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? எல்லாருக்கும் வணக்கம். மலையாளம் ஃபர்ஸ்ட் மலையாள இண்டஸ்ட்ரி நடிக்கல இது வரைக்கும், பட் ஆனால் மலையாளம் பேசி நடிச்சிருக்கேன் ஆட்டோகிராஃபில். ஸோ மலையாளிஸ் எல்லாருமே என் மேலே ரொம்ப பிரியமாக இருப்பாங்க, எனக்கு ரொம்ப பிடிக்கும். ஸோ தேங்க்ஸ் டு ஆல் மலையாளம் ஆடியன்ஸ். லைக் இந்த படம் ரொம்ப நாள் எல்லாரும் கேட்டாங்க மலையாள படம் நடிக்கிறதுக்கு. பெரிய இன்ட்ரெஸ்ட் காட்டல, நான் அங்கே நிறைய ஒர்க் இருந்ததுனால. இப்போ நான் இந்த படம் நடிக்கிறதுக்கு முக்கியமான காரணம் வந்து 2 பேர் தான். ஒன்று நராஜோட ஃபர்ஸ்ட் படம் வந்து ரொம்ப ஒரு ஷேக் பண்ணுச்சு, ரொம்ப டெம்ப் பண்ணுச்சு. ஒரு 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 10 days நான் அந்த படம் பார்த்துட்டு டிஸ்டர்ப் ஆயிட்டேன். எப்படி ஒரு டைரக்டர் ஒரு 3 கேரக்டர் வச்சுக்கிட்டு ஒரு நைட்ல இப்படி ஒரு ஸ்கிரிப்ட் பண்ண முடியும் அப்படின்னு. ஸோ நான் நிறைய பேர்ட்ட என்ன சொல்ல போனா, நான் ரீமேக் வாங்கி டைரக்ட் பண்ண நினைச்சதே கிடையாது. ஒரு படத்தை வாங்கி ரீமேக் பண்ணணும் அப்படின்னு. இந்த படத்தை வாங்கி பண்ணணும்னு நினைச்சேன், எனக்கு கிடைக்கல. அது அதே மாதிரி நான் ரொம்ப ரசிக்கிற ஒரு ஆர்டிஸ்ட் டொவினோ. எனக்கு சமீப காலங்களில் ரொம்ப ரியலா, ரொம்ப பக்கத்துல, நம்மளோட க்ளோஸ் டு ஹார்ட், ஸோ நெக்ஸ்ட்டு ஒரு நம்ம கூட இருக்கிற ஆள் மாதிரி ஃபீல் பண்ற ஒரு ஆர்டிஸ்ட் டொவினோ. நான் வந்து ரொம்ப வருஷமா நிறைய படங்கள்ல பார்த்தாலும் இன்னும் அடுத்த படம் எப்போன்னு பார்க்குற அளவுக்கு வெயிட் பண்ண வைக்கிற ஒரு ஆக்டர். ஸோ அது எனக்கு ரொம்ப பிடிச்சிருக்கு. ஸோ அதனால இவங்க 2 பேரோட ஜாயின் பண்றதுல எனக்கு ரொம்ப ஹாப்பி. அதனால எனக்கு கேட்ட ஒன்று, இந்த சப்ஜெக்ட் ஆல்சோ வெரி டிஃப்ரெண்ட். இட்ஸ் நாட் அ யூஷுவல் ஒரு சினிமா கிடையாது. அது ரைட்டர் ரொம்ப அழகா சொன்னார். இவங்க 2 பேரும் வந்து மீட் பண்ணாங்க ஆஃபீஸ்ல. இவங்க அட்டன் பண்ணது ரொம்ப முக்கியமான சினிமா. இட்ஸ் நாட் அ நார்மல் ஒரு கடந்து போற சினிமாவா இருக்காது. அந்த சினிமாவுக்குள்ள இன்டெப்தா போன ஒரு பெரிய அரசியல் இருக்கு. ஸோ அது வரும். தேங்க்யூ. என்னை நீங்க முதல்ல வெல்கம் பண்ணதுக்கு, இந்த இண்டஸ்ட்ரிக்கு என்னை கூப்பிட்டு வந்ததுக்கு ரொம்ப நன்றி. ஸோ இந்த கம்பெனி வந்து புதுசாக ஃபார்ம் ஆகுது. ஸோ எல்லாரும் நல்லபடியாக ஒர்க் பண்ணுங்க. உங்களோட ஹார்ட் ஒர்க் கண்டிப்பாக உங்களை மேலே கூட்டு போகும். தேங்க்யூ ஸோ மச். Thank you so much, and we all are very excited to watch you on a Malayalam big screen. And also ഇപ്പം മലയാള സിനിമയിൽ നായികമാരില്ലാതെയും സിനിമകൾ ഇറങ്ങാറുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ സിനിമയിൽ അങ്ങനെയല്ല, നായികയ്ക്ക് പ്രാധാന്യം ഉണ്ട്. നോക്കുമ്പോൾ അങ്ങനെ ഇറങ്ങാറുണ്ടോ? അങ്ങനെ ഇറങ്ങാറൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമയിൽ ഓഫ്കോഴ്സ് നായികയ്ക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തതായ വേദിയിലേക്ക് നമ്മളുടെ സിനിമയിലെ നായികയെയാണ് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. ഒത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയംവദ കൃഷ്ണൻ. So let me welcome her onto the stage. So welcome you, Priyamada. Of course, you should say a few words. വളരെയധികം എക്സൈറ്റഡ് ആണ്. സ്പെഷ്യലി ഇഷ്ക കണ്ടതിന് ശേഷം നിങ്ങൾ പടത്തിൽ എപ്പോഴെങ്കിലും അഭിനയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അത് സാധിക്കുന്നു. വളരെയധികം സന്തോഷം. ആൻഡ് ഇന്ത്യൻ സിനിമ കമ്പനിയുടെ ഫസ്റ്റ് പ്രൊഡക്ഷനിലും ഒരു ഭാഗമാവാൻ പറ്റിയതിന് വളരെയധികം സന്തോഷിക്കുന്നു. ഇത്രയും ബ്രില്യൻറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ കൂടെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടാൻ പോവാ എന്ന് അറിയുന്നതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു.
Thank you so much, Priyavada. I'm moving to the title announcement here, but before that, we have a chief guest. ആദ്യം ഒരു ആശംസ പറഞ്ഞതിന് ശേഷം അല്ലെ സിനിമയിലേക്ക് ടൈറ്റിൽ അനൗൺസ്മെന്റ് ചെയ്തതിന് മുൻപായിട്ട് നമുക്ക് ഇനിയും വിശിഷ്ട അതിഥികളുണ്ട്. അപ്പം സാറിനോട് സംസാരിച്ചതിന് ശേഷം Good evening, ladies and gentlemen. ടോവിനോനെ കുറിച്ച് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു സിനിമ കണ്ടിട്ട് ഞാൻ തേടി പിടിച്ച് തൃശ്ശൂരിൽ വണ്ടിയെടുത്ത് പോയി വഴിയിൽ രാത്രിയിൽ വിളിച്ചു വരുത്തി അപ്രിസിയേഷൻ ചെയ്തു. അത് ABC ഫീൽഡ് ആ റോഡ് കണ്ടു. ഞാൻ പറഞ്ഞു മോനെ യു ആർ ഗോയിങ് ഫോർ എ ലോങ് വേ. അവർ ചെറിയ റോഡ് കണ്ടിട്ടു. അപ്പൊ എൻ്റെ ഉള്ളിൽ സെൽഫിഷ്നസ് ഉണ്ടായിരുന്നു. ടോവി വെച്ച് ഒരു പടം ചെയ്യാൻ ഇന്ന് വരെ പയ്യ എനിക്ക് ഡേറ്റ്. So that is the biggest. But one thing I'll tell you, it was my mistake or my unfortunate Picket 43 എന്ന സിനിമ ഞാനും ടോവിയും കൂടെ ചെയ്യേണ്ടതായിരുന്നു. I was so excited to work with him, but then don't have to explain. Something happened. Anyway, I wish them all the best, especially to the director, because as somebody said, Ishq enna cinema, Cheran paranja പോലെ തന്നെ it really haunted me. Why? Because the three characters, ഞാൻ രണ്ട് ക്യാരക്ടറിനെ വെച്ച് ചെയ്താണ് Picket 43. പക്ഷെ നിങ്ങൾ അതിന് മുമ്പെയാണ് അതിന് ശേഷം ഈ മൂന്ന് ക്യാരക്ടറിനെ വെച്ച് one night. That's a perfection of a director. Anyway, you are appreciated. You got to go a long way. Okay. A lot of things are waiting for you. Other producers in the first company, that will be a huge success and a huge hit. Okay. God bless you all. God bless everybody. Writer? Yes. All the best. Thank you. Thank you, sir. Thank you so much. Next, I would like to welcome writer and director Mr. Jinu Abraham and also the very famous writer Abhilash Pilla. രണ്ടുപേരെയും ഈ ഒരു വേദിയിലേക്ക് നല്ലൊരു കൈയടിയോട് കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച റൈറ്റേഴ്സും ഒപ്പം തന്നെ ഡയറക്ടറുമായിട്ടുള്ള ജിനു എബ്രഹാം ആൻഡ് ഓൾസോ ദ റൈറ്റർ അഭിലാഷ് പിള്ള ഇരുവരെയും വേദിയിലേക്ക് എല്ലാവരുടെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യെസ്, സോ ആരിൽ നിന്ന് തുടങ്ങണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടേക്ക് നടത്തും. നമുക്കൊരു ആൽഫബറ്റ് ഓർഡറിൽ പോവാം അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അഭിലാഷയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പണ്ട് സ്കൂളിലും കോളേജിലും പഠിച്ചപ്പോൾ ഇത് തന്നെ പ്രശ്നം. വൈവിക്കടക്കം ആദ്യം വിളിക്കും. എന്തായാലും വലിയ സന്തോഷമാണ്. പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി മലയാളത്തിലേക്ക് വരുന്നു. അത് വരുമ്പോൾ ഇവിടുത്തെ എഴുത്തുകാർക്കും സംവിധായകർക്കും വലിയ സന്തോഷമാണ്. കാരണം ഇനി കഥ പറയാൻ പോലെ ഒരു പ്രൊഡക്ഷൻ കമ്പനി വഴി പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇനിയും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും പാട്ടെഴുത്തും മാത്രമേ ഉള്ളൂ ബാധക ബാക്കിയുള്ളതെന്ന് പറയുന്നത്. ഇത് എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ബാധക നിൽക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. പിന്നെ ടോയ് ഒന്നും പറയാനില്ല. കാരണം ഓരോ സിനിമയും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ. അപ്പൊ ഇനിയും വലിയ വലിയ ഹിറ്റുകൾ പിറക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ തുടക്കമാണ് ഇതെല്ലാം. പിന്നെ അനുരാജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 വർഷം മുന്നേ അനുവും ഞാനും കൂടെ നമ്മൾ മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ഈ പ്രോജക്റ്റിനെ പറ്റി എന്തോ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഒരു സംവിധായകന്റെ 2 വർഷത്തെ ഹാർഡ് വർക്ക് അതിപ്പം സംഭവിക്കാൻ പോകുന്നു. അതിലാണ് ഏറ്റവും വലിയ കൺഗ്രാറ്റ്സ്. 2 വർഷം അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ടോവിയുടെ ഡേറ്റ് എടുത്ത് ഈ പടം ചെയ്യുന്നു. അത് വലിയ കാര്യം. പിന്നെ ഒരു ഫാൻ ബോയ് മൊമെന്റ് ആണ് ചേരൻ സാറിന്റെ. എനിക്ക് ചേരൻ സാറുള്ളത് കാരണം 20 വർഷം മുന്നേ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഓട്ടോഗ്രാഫ് കാണുന്നത്. അന്ന് ഗോപിനെ സാറ് അങ്ങോട്ട് കൊണ്ടുപോയി, ഇന്ന് ഞങ്ങൾ സാറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്തായാലും അതിന് അനുരാജനും കൺഗ്രാറ്റ്സ്. അതേപോലെ ഹീറോയിൻ ആയാലും റൈറ്ററാണ്. പുതിയ ഫസ്റ്റ് മൂവിയാണ്. അപ്പം അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ റൈറ്ററാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പുതിയ സിനിമ എന്ന് പറയേണ്ട ഒരു വലിയ റൈറ്റർ മലയാള സിനിമയിലേക്ക് വരുന്നതാണ് ഞാൻ കരുതുന്നത്. ഇനിയും ഒരുപാട് ഹിറ്റുകൾ അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് പറയട്ടെ. ആൻഡ് ഓൾസോ പ്രൊഡ്യൂസേഴ്സ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരിക്കും വലിയ സന്തോഷമുള്ള രീതിയിൽ അനുരാജ് വിളിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരാം ഈ പരിപാടി. കാരണം ഈ സിനിമ ഇവിടെ വരെ എത്തിക്കാനായിട്ട് ടോവിയും അനുരാജും ഒക്കെ എടുത്തിട്ടുള്ള എഫേർട്ട് എന്താണെന്ന് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ സിനിമ നടത്തുന്ന സമയത്ത് തന്നെ ടോവി വളരെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ. അപ്പം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഈ സിനിമ തിയേറ്ററിൽ കാണാനായിട്ട്.
അപ്പോൾ വലിയ വിജയമായിട്ട് എല്ലാവിധ ആശംസകളും ചേരൻ സാറിനെ ഇൻഡസ്ട്രിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. Thank you so much. Now the most awaited moment, നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ്സിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദി സെറിമണി നമ്മൾ ഏറ്റവും സ്നേഹം നിറഞ്ഞ ചേരൻ സാറാണ് ഈ ഒരു സെറിമണി ചെയ്യാനായിട്ട് പോകുന്നത്. സോ മൈ റിക്വസ്റ്റ് യു സർ, പ്ലീസ് ഡു ദി സെറിമണി. ആൻഡ് ഓൾസോ ഐ റിക്വസ്റ്റ് എവരിവൺ, നമ്മൾ ഓഫ്കോഴ്സ് എല്ലാവരും രണ്ട് സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കാനും കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നരിവേട്ട എന്നാണ് നമ്മളുടെ സിനിമയുടെ പേര്. തീർച്ചയായും ഒരുപാട് പ്രതീക്ഷകളോട് കൂടി തന്നെ സമൂഹത്തിന് ഒരു വലിയ സന്ദേശം നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഈ ഒരു സിനിമ അങ്ങനെ തന്നെ ആവട്ടെ. അവിടെ നരരാജൻ പറയണ്ട അങ്ങനെയൊന്നും അല്ല എന്ന്, പക്ഷെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഐ റിക്വസ്റ്റ് വൺസ് അഗൈൻ എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കാം ഫോർ എ ഫോട്ടോ സെഷൻ. പ്ലീസ് ക്ലോസ് ടുഗദർ എവരിവൺ. നമ്മള് എല്ലാം കഴിഞ്ഞപ്പോ ഒരാള് എത്തിയിട്ടുണ്ടെന്ന് ബാബക്ക എന്നോട് ഇവിടെ വന്ന ചേട്ടില് പറഞ്ഞു. അപ്പൊ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ യെസ് വിജയ് ബാബു, അതായത് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ക്ഷണിക്കുകയാണ്. Let me welcome you on to the stage. After this photo, of course, വിജയ് ചേട്ടന് ഒരു few words, ഒരു ആശംസ പോലെ പറയണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. All the very best. അൻപരാശിനെ വർഷങ്ങളായിട്ട് അറിയാം ബാദുഷിനെ. പിന്നെ മലയാള സിനിമയിൽ ബാദുഷിനെ അറിയില്ല. അപ്പം അതിലുപരി ഞാൻ വായിച്ച സ്ക്രിപ്റ്റാണ്, ഫാന്റാസ്റ്റിക് സ്ക്രിപ്റ്റാണ്. എങ്ങനെ അനുരാജ് അത് നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്നോട് അതിൻ്റെ ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി അത് വായിക്കുമ്പോൾ തന്നെ ഹൗ മച്ച് കോൺഫിഡൻസ് ഈ ഹാഡ് എന്നുള്ളത് എനിക്കറിയാം. For an actor, it's a dream come true. It's a fantastic character. So all the best to the production and the entire team of Narivettu. Thank you so much. And of course, നമ്മുടെ ഈ ഒരു സിനിമ സംഭവിക്കാനായിട്ട് പോകുമ്പോൾ സിനിമയുടെ പുറകിലുള്ള ഒരുപാട് ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. അവരെ കൂടെ ഞാൻ ഈ വേദിയിലേക്ക് ഒറ്റ വാക്കിൽ ഇൻവൈറ്റ് ചെയ്യാണ്. കാരണം ചോദിക്ക് പോകാൻ കുറച്ച് തിരക്കുണ്ടെന്ന് പാവക്കാരെടുത്ത് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും നമ്മുടെ സിനിമയുടെ പിന്നാമ്പുറത്തും മുന്നിലും പിന്നിലുമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒരൊറ്റ വേദി, ഒറ്റ സ്നേഹത്തോട് കൂടി തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും സ്റ്റേജിലേക്ക് വരുമോ? യെസ് പ്ലീസ്. നമുക്കൊരു ഫോട്ടോ സെഷൻ ആണ്. അത് കഴിഞ്ഞ് ജോലിക്ക് പോകാവുന്നതാണെന്നുള്ള കാര്യം ഇവിടെ നിന്നും ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ചീഫ് അസോസിയേറ്റ് സിയാർ ആൻഡ് DOP വിജയ് സർ, അദ്ദേഹത്തിന് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല. എഡിറ്റർ ഷമീർ മുഹമ്മദ്, മ്യൂസിക് ജെയ്ക്സ് വിജയ്, അവർ രണ്ടുപേരും അൺഫോർച്ചുനേറ്റ്ലി എത്തിച്ചേർന്നിട്ടില്ല. സോ എല്ലാവരും തന്നെ ഒന്ന് ചേർന്നെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത്രയും പേര് ഇപ്പോ ഇവിടെ ഉള്ളൂ. എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുക. ഒരിക്കൽ കൂടി എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു, പ്ലീസ് ക്ലോസ് ടുഗദർ ഫോർ എ ഫോട്ടോ സെഷൻ പ്ലീസ്. കുറച്ച് പേരൊന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ ജിനു എസ് ഹിയർ, ജിനു, അമൽ, ജിനു ആൻഡ് പിയർ, വൈശാഖ്, വാഴൂർ ജോസ് ചേട്ടൻ, എല്ലാവരെയും സ്റ്റേജിലേക്ക് ഞാൻ വിളിക്കുകയാണ്. പേരെടുത്ത് വിളിക്കാനുള്ള സമയം വളരെ കുറവായതുകൊണ്ട് എത്രയും വേഗം എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് എത്തിച്ചേരുക. ഒപ്പം തന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സക്കീറിക്ക സ്റ്റേജിലേക്ക് വരാം. കോസ്റ്റ്യൂം അരുൺ മനോഹർ, ആർട്ട് M ബാബ, മേക്കപ്പ് അമൽ ചന്ദ്രൻ, ഷിമീത് സിയർ, ജിനു വന്നോ? ഓക്കെ, ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 26-ാം തീയതി തുടങ്ങുന്ന സിനിമയാണ്. അപ്പം ഓൾറെഡി ട്രാക്കിംഗ് ഗോയിങ് ആണ്. ചങ്ങനാശ്ശേരി ക്യാമ്പസ് ഓൾറെഡി സെറ്റ് ആയി കഴിഞ്ഞു. ആൾക്കാരെ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കണം. അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് ഒരു വീഡിയോയും കൂടി ഉണ്ട്. ഇവിടെ എത്തിച്ചേരാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ക്രൂ മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ പ്രസന്റേഷൻ നമുക്കുണ്ട്. പക്ഷെ അതിന് മുൻപ് നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ടിവിക്ക് വേഗം പോകാനുള്ളത് കൊണ്ട് നമ്മളൊരു ഫോട്ടോ സെഷൻ എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കാം. So thank you so much. ഒരുപാട്
സന്തോഷം. നമ്മളുടെ ഏറ്റവും പുതിയ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇന്ത്യൻ സിനിമ കമ്പനി പ്രസൻസ് നരിവേട്ട എന്ന സിനിമയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.